ഹായ് ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സുജിത കല്യാണി. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 4 വർത്തമാനം പറയാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തിനെ കുറിച്ചാണെന്നല്ലേ? ബിഗ് ബോസ് സീസൺ 7. ബിഗ് ബോസ് സീസൺ 7 എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. ബിഗ് ബോസോ, അയ്യേ അതെന്താ സാധനം എന്നല്ലേ എല്ലാവരും അങ്ങനെ പറയുള്ളൂ. പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞും എവിടെയെങ്കിലും ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എവിടെയെങ്കിലും ബിഗ് ബോസ് കാണാത്തവരായിട്ട് ആരും കാണില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രോളെങ്കിലും കാണാത്തവരായിട്ട് ആരും കാണില്ല. ആ ബിഗ് ബോസിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 7 ആരംഭിച്ചിരിക്കുകയാണ്. 20 കണ്ടസ്റ്റൻസുമായിട്ട് അതിമനോഹരമായ കാഴ്ചകളിലൂടെ ഞായറാഴ്ച 7 മണിക്ക് ബിഗ് ബോസ് സീസൺ 7 ലോഞ്ച് ചെയ്തിരിക്കുന്നു. നമുക്ക് പ്രിയപ്പെട്ടവരും നമ്മളെ വെറുക്കുന്നവരുമായിട്ടുള്ള 20 കണ്ടസ്റ്റൻസ്, പിന്നെ കുറച്ച് നമുക്ക് അറിയാത്തവരും. അപ്പോൾ എന്തുവാ അവിടെ നടക്കുന്നത്? കഴിഞ്ഞ 6 സീസണുകൾ കണ്ടിട്ടായിരിക്കുമല്ലോ ഈ ആൾക്കാരെല്ലാം ഈ ഷോയിലേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും സെലക്ഷൻ കിട്ടിയെന്ന് അവർ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും. ബിഗ് ബോസിൻ്റെ മറ്റ് സീസണുകൾ അവർ കണ്ടിട്ടും ഉണ്ടാവും. അതിനകത്ത് എന്താണ് നടക്കുന്നതെന്നുള്ളത് അവർ പഠിച്ചിട്ടുണ്ടാവും. പഠനത്തിലൂടെയും അറിവുകളിലൂടെയും സംഭരിച്ച ധൈര്യത്തിലൂടെയും ഒക്കെയാണ് അവർ ഈ മത്സരത്തിന് വേണ്ടി പങ്കെടുക്കാൻ വന്നിട്ടുള്ളത്. അത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. പ്ലാനിങ് തെറ്റും, ഐഡിയ തെറ്റും, എന്ത് ചിന്തിക്കുന്നു അതൊന്നും ആയിരിക്കത്തില്ല നടക്കുന്നത് മൊത്തത്തിൽ വേറെ ചില കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കഴിഞ്ഞ വർഷം ഫസ്റ്റ് എപ്പിസോഡ് മുതൽ രതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി മറ്റുള്ളവരെ ചൂടാക്കാനും മറ്റുള്ളവരെ ട്രിഗർ ചെയ്യാനും മറ്റുള്ളവരെ വയലൻ്റ് ആക്കാനും കുറേ ശ്രമിച്ചൊരു വ്യക്തിയാണ്. ആദ്യത്തെ വീക്ക് തന്നെ അദ്ദേഹം പുറത്തു പോയെങ്കിൽ കൂടിയും ആൾക്കാർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ എലിമിനേറ്റായി പുറത്തു പോകുമ്പോൾ ഇനി പോകരുത് എന്ന് മറ്റുള്ളവർ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ് രതീഷ്. അക്കാര്യത്തിൽ തർക്കമില്ല. അത് കണ്ടിട്ടാണ് ഈ പുതിയ ആൾക്കാർ BB ഹൗസിലേക്ക് കയറിയിരിക്കുന്നത്. പക്ഷേ ഈ വർഷവും സെയിം അതുപോലെ ഒരാൾ വന്നിട്ടുണ്ട്, അനീഷ്. വന്ന ആ സെക്കൻഡിൽ, അതായത് ആദ്യമായി വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് അനീഷാണ്. അനീഷിന് ശേഷം രണ്ടാമതായിട്ട് കാലെടുത്ത് വെച്ചത് അനുമോളാണ്. അനുമോള് തൊട്ട് അനീഷ് ദേഷ്യം പിടിപ്പിക്കാനും അല്ലെങ്കിൽ വെറുപ്പിക്കുന്ന വർത്തമാനം പറയാനും തുടങ്ങിയിട്ടുണ്ട്. അവിടെ തൊട്ട് അനീഷിൻ്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ മറ്റുള്ളവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചം കാണുമ്പോൾ പറന്നു വീഴുന്ന ഈയാമ്പാറ്റകളെ പോലെ അനീഷിൻ്റെ ഗെയിമിലേക്ക് എല്ലാവരും ചെന്ന് വീണു കൊടുത്തു. അത് തന്നെയാണ് സത്യം. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും, അനീഷ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ എല്ലാവരും പെട്ടുപോവുകയും അനീഷിനെ മാറി നിന്ന് കുറ്റപ്പെടുത്തുകയും പുറത്തുള്ള പ്രേക്ഷകർക്കുള്ളിലേക്ക് അനീഷിനെ എറിഞ്ഞു കൊടുക്കുകയും എല്ലാവരും ചേർന്ന് ചെയ്തു. കഴിഞ്ഞ വർഷം സംഭവിച്ച അതേ കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ സംഭവിച്ച അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് പോകാന്നുള്ളത് നമുക്ക് കാണാം. ഇപ്പം വളരെയധികം അഭിപ്രായം പറയാനൊന്നും നമുക്കായിട്ടില്ല, കാര്യം ആദ്യത്തെ ഒരു എപ്പിസോഡ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വരും ദിവസങ്ങളിലുള്ള എപ്പിസോഡുകളും കൂടി കണ്ടിട്ട് ഇവരുടെ ഗെയിം എങ്ങോട്ടാണെന്ന് നമുക്ക് നോക്കാം. എല്ലാ വർഷത്തെയും പോലെ തന്നെയാണോ ഇത്തവണയും, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും വരും. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എനിക്ക് ലൈക്കൊക്കെ വളരെ കുറവാണ്. നിങ്ങൾക്ക് എന്താ ലൈക്ക് ചെയ്താൽ? നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൂടെ? അതുപോലെ തന്നെ ഒരു കമൻറ്റ് ഇട്ടൂടെ? ശരിയാണെങ്കിൽ കൂടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? പിന്നെ സബ്സ്ക്രൈബ്, വെറുതെ ചാനൽ കണ്ടിട്ട് പോകരുത് കേട്ടോ. ഇടയ്ക്ക് സബ്സ്ക്രിപ്ഷനും കൂടെ വേണം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.